Hi all, welcome back to High Grade Online Academy. I'm Nasira Jaffer. ഇന്ന് വളരെ രസകരമായി എങ്ങനെ നമുക്ക് PSCയിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരാറുള്ള എസ്പെഷ്യലി ബാക്ടീരിയ രോഗങ്ങൾ, അതേപോലെ വൈറസ് രോഗങ്ങൾ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഓപ്ഷനിലൂടെ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കോഡാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രധാനമായും വൈറസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. DYSPയുടെ അമ്മച്ചി ചിക്കൻ ഇപ്പം കഴിക്കും. ഒന്നുകൂടെ പറയാം, DYSPയുടെ അമ്മച്ചി ചിക്കൻ ഇപ്പം കഴിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ്. D എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ്. Y യെല്ലോ ഫീവർ, S സാസ്, P പോളിയോ, A എയ്ഡ്സ്, M മുണ്ടിനീര്, M മിസിൽസ്, E എബോള, C കോമൺ കോൾഡ് അതേപോലെ COVID-19, H ഹെപ്പറ്റൈറ്റിസ്, I ഇൻഫ്ലുവൻസ, ചിക്ക എന്ന് പറയുമ്പോൾ ചിക്കൻ പോക്സ്, അതേപോലെ ചിക്കൻ ഗുനിയ, നിപ്പം മീൻസ് നമ്മുടെ നിപ്പയാണ്. അപ്പോൾ ഓർമ്മിക്കുക, പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് നാം ഈ ഒരു കോഡിലൂടെ മനസ്സിലാക്കിയത്. DYSPയുടെ അമ്മച്ചി ചിക്കൻ ഇപ്പം കഴിക്കും. ഓക്കെ, നല്ല കോഡല്ലേ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി വൈറസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ഡെങ്കിപ്പനി രോഗനിർണയം നടത്തുന്ന ടെസ്റ്റാണ് ടോണിക്കേറ്റ് ടെസ്റ്റ്. കേരളത്തിൽ 1997 ആദ്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. അടുത്തതായി അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. നെക്സ്റ്റ് എയ്ഡ്സ്, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. എയ്ഡ്സിന് കാരണമാകുന്നതാണ് HIV വൈറസ്. എയ്ഡ്സ് രോഗം ആദ്യമായി 1981 അമേരിക്കയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലാണെങ്കിൽ 1986 ചെന്നൈയിലാണ്. ആൻഡ് കേരളത്തിൽ ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിലാണ് 1987. 1988 മുതൽ ആണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി നാം ആചരിക്കുന്നത്. നെക്സ്റ്റ് സാർസ് ആണ്. സാർസ് രോഗത്തിന് കാരണമായ വൈറസ് കൊറോണ വൈറസാണ്. സാർസ് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സാർസ് എന്ന് പറയുന്ന രോഗം കില്ലർ ന്യൂമോണിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എബോള. 1976 ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യമായിട്ട് എബോള റിപ്പോർട്ട് ചെയ്തത്. എബോള വവ്വാൽ പരത്തുന്ന രോഗമാണ്. നെക്സ്റ്റ് കോമൺ കോൾഡ്, ജലദോഷം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് റിനോ വൈറസാണ്. നെക്സ്റ്റ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന് കാരണമാകുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസാണ്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നതിന് നമ്മുടെ സന്ധികളെ ബാധിക്കുന്ന ചിക്കൻ ഗുനിയ കാരണമാകുന്ന വൈറസ് ആൽഫ വൈറസാണ്. അടുത്തത് നിപ്പ. 1988 മലേഷ്യയിലാണ് ആദ്യമായിട്ട് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലാണെങ്കിൽ 2001 പശ്ചിമ ബംഗാളിലെ സിലിഗുരി. നിപ്പ വൈറസ് RNA വിഭാഗത്തിൽപ്പെട്ടതാണ്. 2020 ലോകാരോഗ്യ സംഘടന പാൻഡമിക്കായി പ്രഖ്യാപിച്ച രോഗമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് COVID-19. COVID-19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം അല്ലേ? കൊറോണ വൈറസ് ഡിസീസ് 2019 ആണ്. കൊറോണ എന്ന വാക്കിൻ്റെ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം വരുന്നത് കിരീടമാണ്. അമേരിക്കയിൽ കൊറോണ എന്ന പേരിൽ ഒരു നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലാണ്. ഇന്ത്യയിലാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. COVID-19 പകരുന്നത് തടയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ കൽബുർഗിയാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് മരണം നടന്നത് എറണാകുളത്താണ്. അതേപോലെ 2020 ജനുവരി 13 COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വൺസ് അഗെയിൻ 2020 ജനുവരി 13 കോവിഡ് വ്യാപനം തടയാൻ വേണ്ടി അതേപോലെ കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി ഇന്ത്യയിൽ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച തീയതിയാണ് 2020 മാർച്ച് 22, മാർച്ച് 22, 2020
ഇത് മാർച്ച് 22 രാവിലെ 7 മുതൽ രാത്രി 9 വരെയാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൊറോണ വൈറസ് പരിശോധന കിറ്റ് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ മിനാൽ ദക്കാവെ ബൊസാലെ. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളത് വായിച്ച് ആൻസർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ മനസ്സിലേക്ക് ആ കോഡ് മറക്കല്ലേ. DYSPയുടെ അമ്മച്ചി ചിക്കൻ ഇപ്പം കഴിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.